പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലൂസൊക്കെ ആയിട്ടിരിക്കെ. ഓക്കെ, ഇന്നേതാ ദിവസം? ശനിയാഴ്ച 7-ാം തീയതി. നല്ല ബോധമുള്ള കുട്ടികൾ. ഇന്ന് 7 ശനി, അത്തം തുടങ്ങി 2ാമത്തെ ദിവസം. എല്ലാവരും അങ്ങനെയാണോ? അന്ന് ചിത്തിര. എല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഇട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളും ചെറിയ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വേണ്ട ആളുകൾ കമന്റ് ചെയ്യണേ. ഇന്ന് എല്ലാ പത്രത്തിലും ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ള് പരസ്യങ്ങളാ. അതെ അതെ, അതിപ്പോ ഓണക്കാലം പ്രമാണിച്ച് പ്രത്യേകിച്ച് ഫസ്റ്റത്തെ പേജുകളെല്ലാം തന്നെ മെയിൻ പത്രങ്ങളുടെ എല്ലാം ഫസ്റ്റത്തെ പേജുകള് പരസ്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. വീട്ടമ്മമാര് ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്നറിയോ? ഈ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ആയിരിക്കും. എന്റെ അമ്മയെ നോക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടില് നോക്കുന്നുണ്ട്. ഡ്രസ് അങ്ങനല്ല, അങ്ങനെ നോക്കില്ല. ഡ്രസ് ഇപ്പൊ ഒരു ദിവസം ഇട്ട് തീർന്നു. പക്ഷെ വാഷിംഗ് മെഷീനൊക്കെ അങ്ങനല്ല. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊന്നും അമ്മ പറയുന്നുണ്ടായിരുന്നു. പിള്ളേര് നോക്കുന്ന ഇതും ഫോണുകളും, അച്ഛന്മാര് നോക്കുന്ന ടിവികളും. ലക്ഷ്മി സിൽസിന്റെ ലക്ഷ്മി ജന്മഭൂമിയുടെ ഫ്രണ്ടില് ഒരു വലിയൊരു പരസ്യമാണ്. നല്ല രസമുണ്ട്. ഇന്നലെ അത്തച്ചമയായിരുന്നല്ലോ അല്ലേ? ഇന്നലെ തൃപ്പൂണിത്തറ എല്ലായിടത്തും നല്ല ഭയങ്കര ഘോഷ പരിപാടികളായിരുന്നു. അതെ അതെ. അപ്പം അതൊക്കെയാണ് ഇന്നലത്തെ മെയിൻ കാര്യങ്ങള്. അപ്പൊ മെയിൻ വാർത്തകളിലോട്ട് വരുമ്പം എന്തൊക്കെയാണ് അനൂപ? എന്തെങ്കിലുമൊക്കെ വാർത്തകളുണ്ടോ? മെയിൻ വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിനെ വിമർശിച്ച് പാർട്ടി. അതിൽ അൻവറിന്റെ ന്യൂസ് തന്നെയാണ് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രധാന പത്രങ്ങളിലും. അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ട് വലിയ കോലാഹലങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ അടയ്ക്ക് പതിയെ താഴേക്ക് പോകുന്നു. പിന്നെ പ്രധാനപ്പെട്ട പല ആളുകളും, അതായത് പി ശശിക്കെതിരേക്കുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നില്ല, അതായത് പി ശശിയെ തൊടുന്നില്ല. പി ശശിക്ക് വീഴ്ചയില്ലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആലപ്പുഴയില് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തുടർന്നിട്ട് അവിടുത്തെ ആളുകൾ വളരെയധികം ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വീഴ്ചകളുമായി ബന്ധപ്പെട്ട് CPM വിടുന്നു എന്നൊരു വാർത്ത ഏതോ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി വിടുകയാണ് ആളുകൾ. കാരണം എന്താ പറയാ, ജനങ്ങളിൽ നിന്ന് അകലുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് എന്നാണ് മൊത്തത്തിൽ ഇന്ന് പറയപ്പെടുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങള് ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അപ്പോ അതൊരു കാര്യമാണ്. അപ്പൊ ഒത്തിരി ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടി അംഗത്വം തന്നെ രാജിവെച്ച് പോകാനുള്ള രീതിയിൽ ഇരിക്കുന്നത്. കാരണം ഇതൊരു കേസല്ല, പല കേസുകളിലുള്ള ഒരു ഇമ്പാക്ട് ആണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം ആലപ്പുഴ ജില്ലയിൽ പാർട്ടി വിട്ടവരുടെ എണ്ണം 105 എന്നിട്ടാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. പാർട്ടി വിടുന്നതിന് ഇപ്പൊ ഇത്ര പേരാണ് കത്ത് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒപ്പം ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചൊരു അവസ്ഥയാണല്ലോ. അപ്പോഴാണ് പാർട്ടി അംഗങ്ങൾ പരസ്യമായി പ്രതിഷേധിക്കുകയും കൂട്ടരാജിയും ആയിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പം ഒരു പക്ഷെ ഇത്തരത്തിലുള്ള നടപടികളായിരിക്കും ഇതിന്റെ പുറകിലുള്ള ഒരു ചേതോവികാരം എന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ അക്യൂസിഷൻസ് ലീഡിംഗ് പാർട്ടിക്കെതിരെ വരുന്നു, അല്ലെങ്കിൽ അവരെ പറ്റി പറയുന്നു. പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും ഒരു മൗനം ആചരിച്ചുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ച് ഭീകരജീവി എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചിട്ടുള്ളത്. പ്രതിപക്ഷം ഭീകരജീവി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതേപോലത്തെ ഒരു അവസ്ഥയാണ് പാർട്ടിക്കകത്തുള്ളത്. മാത്രമല്ല RSSുമായിട്ടുള്ള ബന്ധം എല്ലാ കാലത്തും നിശ്ചിതമായിട്ട് പിന്നെ വർഗീയ ശക്തികളെ എതിർക്കേണ്ട അവര് തന്നെ RSSുമായിട്ടൊരു ബന്ധത്തിന് ശ്രമിച്ചു എന്ന് പറയുന്ന വാർത്തകൾ, അതിനെ മുൻകൈ എടുത്തത് അജിത് കുമാർ ആണെന്ന രീതിയിലുള്ള വാർത്തകൾ, ഇത് വളരെ വലിയ കോലാഹലമാണ് ഉണ്ടാക്കിയിട്ടത്. പക്ഷെ ഇതിലൊന്നും ഒരു വേണ്ട പോലെ അതിനെ സ്വീകരിക്കുകയോ അതിനകത്ത് നടപടികൾ എടുക്കുകയോ ചെയ്യുന്നില്ലെന്നത് ഒരുപക്ഷെ ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുടെ ഒരു വൈരാഗ്യത്തിനോ അല്ലെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകുന്നതിനോ ഒക്കെ കാരണമായിട്ടുള്ള എന്നാണ് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലാണ് ഇക്കാര്യം മെയിനായിട്ട് നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം, ഹരിപ്പാട്, അരുക്കുറ്റി എന്നിവിടങ്ങളിലായി പാർട്ടി വിടുന്നതിനായി കത്ത് നൽകിയവരുടെ എണ്ണമാണ് 105 ആയത്. ഇവരിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. അപ്പൊ ഇതിനകത്ത് മെയിൻ കാര്യമായിട്ട് പറയുന്നത് പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും എതിരായ വിമർശനങ്ങൾ വരെ അണികൾ ഉയർത്തുകയാണ്. അതായത്
അവരുടെ ഒരു പ്രാദേശിക തലത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ വരെ പാർട്ടി എടുക്കുന്ന കാര്യങ്ങൾ മുതൽ മുഖ്യമന്ത്രി എടുക്കുന്ന ഡിസിഷൻസ് വരെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് വരുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരായിട്ടാണ് കൂടുതൽ പരാതികളും നമ്മൾ കാണുന്നതാണ്. പോലീസിന്റെ ഒരു അനാസ്ഥകളൊക്കെ പല വിഷയങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പം ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഈ ആളുകൾ പോകാൻ, അല്ലെങ്കിൽ കൂട്ടരാജിക്ക് സന്നദ്ധ കാണിക്കുന്ന ആളുകളൊക്കെ പ്രധാനമായിട്ടും പറയുന്ന കാര്യം ഇതാണ്. അതിന്റെ ഒപ്പം തന്നെ ചില പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ 5ാം പീടിക ബ്രാഞ്ച് സമ്മേളനത്തിൽ അംഗങ്ങൾ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചതിനാൽ ഇവരുടെ സമ്മേളനങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. പുതിയ തീയതി തീരുമാനിക്കാനായിട്ടില്ല. അങ്കണവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇതിൽ ബഹിഷ്കരണത്തിൽ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ പയ്യന്നൂരിലെ കാരയിൽ 3 ബ്രാഞ്ച് കമ്മിറ്റി ഇടഞ്ഞു നിൽക്കുന്നതിനാൽ ഇവരുടെ സമ്മേളനത്തിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പാർട്ടി പ്രശ്നമുണ്ടാക്കിയവരുടെ കൂടെ നിന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ നിസ്സഹകരണം അവര് ഉണ്ടാക്കിയവരുടെ കൂടെ. അത് മാത്രമല്ല, കാസർഗോഡ് ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ, കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരില് മദ്യവിൽപ്പന കേന്ദ്രം ഉദ്ഘാടന ദിവസം തന്നെ പൂട്ടിച്ചത് ബാർ മുതലാളിക്ക് വേണ്ടിയാണെന്ന് ചിന്മേനി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ചുകളിൽ ആരോപണം ഉയർന്നിരുന്നു. ഈ വിൽപ്പനശാല പൂട്ടരുതെന്ന് തൊഴിലാളികൾ പറഞ്ഞിട്ടും ആരും അത് മൈൻഡ് ചെയ്തില്ല. സംസ്ഥാന നേതൃത്വം തെറ്റുതിരുത്തലിനും, അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം, സംസ്ഥാന നേതൃത്വം തെറ്റുതിരുത്തലിനും ശൈലി മാറ്റത്തിനും തയ്യാറാകണമെന്ന് വയനാട്ടിലുള്ള പുൽപ്പള്ളി ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനത്തിലെ പ്രതിനിധികൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നിരന്തരമായിട്ട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അണികൾക്കുള്ളിൽ തന്നെ ഒരു പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ ലോക്കൽ നേതാക്കളടക്കം പാർട്ടിയുടെ ചില നിലപാടുകളിൽ പ്രതിഷേധിക്കുന്നു എന്നതിനൊരു ഉദാഹരണമായിട്ട് തന്നെ കാണാം. ഒരു പക്ഷെ ഇങ്ങനെ തുടരുകയാണെങ്കിൽ പ്രധാനപ്പെട്ട അവിടുത്തെ ആൾക്കാരാണോ അതോ അതായത് ഒരു സ്ഥലത്ത്, അതായത് ഒരു ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയില് ഉള്ള നേതാക്കൾ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു നേതാക്കൾ, അല്ലെങ്കിൽ പാർട്ടിയിലുണ്ടായിരുന്ന ആളുകൾ. പിന്നെ അപ്പം അതാണ് ഏറ്റവും നന്നായി ഒരു പക്ഷെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഉണ്ട്. അപ്പൊ അത്ര നന്നായി ചെയ്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ വിശ്വസ്തത ഉണ്ടായിരുന്ന ആളുകളെ പോലും പാർട്ടി വിടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ പാർട്ടി ഇല്ലാതാക്കാൻ ഇവര് തന്നെയാണോ ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന പോലെ. അതെ അതെ. കാരണം അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ RSSനെ കണ്ടു, RSS നേതാവിനെ അജിത് കുമാർ കണ്ടു എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും ആരും നടത്തുന്നില്ല. അതെ അതെ, കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതായിട്ടേ ഇവർക്ക് ആർക്കും അറിയില്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. അപ്പൊ അതും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിനോട് ഒരു രീതിയിലും നല്ല രീതിയിലല്ല. അതിന്റെ ഇടയിൽ കൂടെ കേട്ടല്ലേ. അപ്പൊ അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പം ഈ വിഷയത്തില് പറയുന്നുണ്ടെങ്കിൽ RSS ആയിട്ട് ADGP കണ്ടതിന് ആ കൂടിക്കാഴ്ചയെ ഗോവിന്ദൻ മാസ്റ്റർ തള്ളിയിട്ട് പോലും ഇല്ല. പക്ഷെ വളരെ ഇന്നലത്തെ പത്രത്തിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് ഇതിന്റെ തെളിവുകളുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളുണ്ടെന്ന്. അപ്പൊ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഈ അജിത് കുമാർ സാറ് പോയിട്ടുള്ളത് ഈ RSSന്റെ, അല്ലെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വണ്ടിയിൽ, അല്ലെങ്കിൽ അയാൾ ഓടിച്ച വണ്ടിയിലാണെന്ന് വരെയുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഈ വിഷയത്തിലൊന്നും പറയാൻ ആർക്കുമില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒരു സ്ത്രീയുടെ ഒരു പരാമർശം ഇതില്ലായിരുന്നു, ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുജിത് ദാസിനും DIക്കുമെതിരെ വീട്ടമ്മയുടെ പീഡന ആരോപണം. അങ്ങനെയാണോ? അല്ല, DIക്ക് CA. ഓക്കെ. കഴിഞ്ഞ ദിവസം ആരോപണ വിധേയനായ സസ്പെൻഷനിലായ SP സുജിത് ദാസും പൊന്നാനി മുൻ CA വിനോദും പീഡിപ്പിച്ചെന്ന ആരോപണമായി വീട്ടമ്മ. സുജിത് ദാസ് 2022 സംഭവം. വസ്തു സംബന്ധമായ പരാതി നൽകാനാണ് CA വിനോദിനെ കണ്ടത്. പരാതി സ്വീകരിക്കുകയോ രസീത് നൽകുകയോ ചെയ്തില്ല. പകരം വീട്ടിലെത്തി പരിഹരിക്കാമെന്ന് പറഞ്ഞു. രാത്രി 9:30 വീട്ടിലെത്തി. സംസാരിക്കുന്നതിനിടെ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു. അപ്പൊ അത് ആ കേസ് ഇങ്ങനെയായിരുന്നു. ഇവരെ ഒരു മരമുറി കേസുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു പേഴ്സണൽ സ്പേസിലുണ്ടായിരുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇവര് പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. എന്നാൽ പിന്നീട് ഈ CA വീട്ടിലെത്തുകയും ഇവര് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പരാതി പോലും പറയാൻ പോകാൻ പറ്റാത്ത പരാതി അതിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥനെടുത്തപ്പോ അയാളും പീഡിപ്പിച്ചു. അതെ 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 അതെ. അപ്പം അതിനെതിരെ ഇവരും തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്?
മരമുറി കേസും അന്വേഷിക്കുന്നതിലൂടെ വിരോധം കൊണ്ടുള്ള ഗൂഢാലോചനയാണെന്നാണ് DSP ബെന്നി പ്രതികരിച്ചു. 2021 സുൽത്താൻ ബത്തേരി DYSP ആയിരുന്നപ്പോൾ മരമുറി കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സ്ത്രീ ഹണി ട്രാപ്പ് സംഘത്തിലെ ആളാണെന്നും പോലീസ് പറയുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ പരാതിയുമായി ഈ സ്ത്രീ വന്നിട്ടുണ്ട്. വ്യാജ പരാതി ഉന്നയിച്ച് കോടതിക്ക് പുറത്ത് പണം വാങ്ങി കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തിയാണെന്നും ചില പോലീസുകാർ ഈ സ്ത്രീക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യമാണോ അതോ പോലീസ് സൃഷ്ടിച്ചതാണോ എന്നുള്ളത് നമുക്കറിയില്ല. അതെ അതെ. അപ്പം എന്തായാലും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ എല്ലാവരെയും പറ്റിയിട്ട് അക്യൂസിഷൻ വരുന്നു. അതിനെതിരെ വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നടപടി സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കുന്നില്ല. അതെ, ഇതിൽ ഏറ്റവും വലിയ കാരണം ഉള്ളത് ഇത് മുമ്പ് പറഞ്ഞ പോലെയാണ്. ഈ ADGPയുടെ കീഴിലുള്ള ആളുകളാണ് ഇത് കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എത്രമാത്രം ഇത് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഈ ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാറിൽ നിന്ന് അന്വേഷണ വിവരങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം പുള്ളി അറിയാതെ എന്തെങ്കിലും പുള്ളിയുടെ കീഴുദ്യോഗസ്ഥർ ചെയ്യാൻ പറ്റും. അപ്പം അതങ്ങനെ ഒരു കാര്യമാണ്. പക്ഷെ നിയമ നടപടികൾക്ക് പിന്തുണയുമായിട്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒക്കെ ഉണ്ട് എന്നാണ് ഇതിന്റെ ഒപ്പം പറയുന്നത്. എത്രമാത്രം വിശ്വസിക്കാൻ അതെ 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 അതെ. പിന്നെ ഇവര് അൻവറിന്റെ ആരോപണങ്ങളിൽ സർക്കാരിന് പാർട്ടി സംരക്ഷിക്കുകയാണ്. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും അൻവറിനെ വിമർശിച്ച് ഗോവിന്ദൻ മാസ്റ്റർ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ആയിരിക്കും ഇത്തരത്തില് വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഒരു രീതിയിലും ഒരു പോസിറ്റീവായ രീതിയിൽ പ്രതികരിക്കാതിരിക്കുന്നത് നാളെ തീർച്ചയായിട്ടും പാർട്ടിയുടെ താഴ്ചയിലോട്ട് തന്നെ കൊണ്ടുവന്ന കാര്യമാണ്. ഇപ്പൊ തന്നെ ആലപ്പുഴയിൽ തന്നെ ഇത്രയും പേരാണ് പാർട്ടി മാറുന്നത്. എത്ര പേര് വരും? ഇത് നേതൃത്വത്തിനോട് പറഞ്ഞ് നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. ഒരു പക്ഷെ പാർട്ടിയോട് ചായ്വുകളുള്ള താല്പര്യമുള്ള ആളുകൾ എത്രയോ ആളുകൾ ഇപ്പൊ തന്നെ മനസ്സ് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൂടിയുണ്ട്. അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൽ മെയിനായിട്ട് ഇങ്ങനെ പറയുന്നത് ജനങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു രീതി ഇപ്പോഴത്തെ ഭരണത്തിനുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ LDF സർക്കാരിന്റെ നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് തോൽവികൾ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ വേറൊരു പത്രം കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ പെട്ടെന്ന് എനിക്കത് ഏത് പത്രത്തിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അൻവറിന്റെ മൊഴിയെടുക്കൽ എന്നാണ്. പിന്നെ നമ്മളെ ഈ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ചും ഗോവിന്ദ മാസ്റ്റർ രംഗത്തെത്തിയിട്ടുണ്ട്. അൻവറിന്റെ ആരോപണങ്ങൾ സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള വലിയൊരു അവസരമാക്കാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും ഭൂഷ പാർട്ടികളും ശ്രമിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ ആരോപിച്ചു. മറ്റു സീനാണ് ഇവിടെ ഒരു പ്രശ്നമില്ല. പ്രശ്നം മൊത്തം ബാക്കിയുള്ളവർക്കാണ്. അതെ അതെ, ഇത് പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരാണ് പ്രശ്നക്കാരെന്ന് പറയുന്ന ഒരു രീതിയാണ് ഇതിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം കൂട്ടരാജി ആളുകള് കൂട്ടരാജിയിലേക്ക് അണികളെ ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിന് എന്താ പറയാ അവരെ പ്രഷർ ചെയ്യുന്ന പോലത്തെ പരിപാടികളാണ് പല സമയത്തും കാണിക്കുന്നത്. മുകേഷിന് സംരക്ഷിക്കുന്ന നടപടികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ അതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്ട് ഭരണത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല, ഞാൻ പറയുന്നതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെ പോകുന്നുള്ള ഒരു ചിന്ത പോലെ ആളുകൾക്ക് വരുന്നത് ഇങ്ങനത്തെയുള്ള ചില കാരണം ഇവരിന്നൊക്കെ നമ്മളൊരു വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര വിഷമമാണ്. അണികൾക്കിടയിൽ പോലും ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം. സമ്മേളന കാലത്ത് തന്നെ CPM ഇത്രയും ബഹിഷ്കരണമാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ഇത്തരം വിഷയങ്ങളുമായി വീണ്ടും പ്രതീക്ഷിക്കാം. സംഘത്തിൽ നിന്നൊരു കൂട്ടരാജി, അവരുടെ പുറകെ അവരുടെ അനുയായികളും. അതെ. പിന്നെ ചിലർക്കൊക്കെ വിഷമമുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 1-ാം തീയതി ഡ്രൈ ഡേ ആയി തന്നെ തുടർന്നേക്കും എന്നാണ് പുറത്തു വരുന്ന വാർത്ത. നീ കണ്ണീര് മേടിച്ചു വെച്ചോളാം. ഓക്കെ. അങ്ങനെയുള്ള ആളുകൾ മേടിച്ചു വെക്കുക. ഡ്രൈ ഡേ ആയി തന്നെ തുടരാനായിരിക്കും സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷേ നോക്കട്ടെ എന്നാണ് പറയുന്നത്. കോൺഫറൻസുകളും വലിയ പരിപാടികളും ഒക്കെ നോക്കിയിട്ട് ഇവര് എന്തെങ്കിലും ഇളവ് നൽകണോ എന്ന കാര്യത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ മദ്യം വിറ്റ് ജീവിക്കുന്ന ഒരു സംസ്ഥാനം. അല്ല, നമുക്ക് കൂടുതൽ ടാക്സും വരുമാനം കിട്ടുന്ന ഈ ഒരു മേഖലയിൽ നിന്നാണെന്ന് അപ്പൊ അത് വല്ല പ്രൗഡായിട്ട് പറയേണ്ട കാര്യമല്ല. മദ്യം വിറ്റ് മാത്രം ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോ കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അവര് കൂടുതൽ ബിസിനസ്സുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോഴാണ് അതൊരു
പൈസ ഉണ്ടാക്കലാവുന്ന കേട്ടോ. മദ്യം വിറ്റ് ഒരു കുടുംബത്തിനെയും അതെ അതെ. അപ്പൊ ഈ ഓവർ തീരുമാനിക്കുന്നത് എവിടെയാണെന്നൊരു പ്രശ്നമാണേ. അതാണ് ഓവർ തീരുമാനിക്കുന്നത്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടവർ അതിനെ പ്രോത്സാഹിപ്പിക്കാം. പിന്നെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളാണ് മണിപ്പൂരിൽ ഇപ്പോഴും തുടരുന്ന കലാപത്തെ പറ്റിയുള്ള വാർത്തകൾ വളരെ വിശദമായിട്ട് തന്നെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മണിപ്പൂരിൽ ഇപ്പോഴും കലാപത്തിന് അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ അവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഡ്രോൺ ആക്രമണങ്ങൾ, ആളുകൾ മരിക്കുന്നു, 13 വയസ്സുള്ള കുട്ടിയടക്കം പരിക്കേൽക്കുന്നു, 70 വയസ്സുള്ള വൃദ്ധൻ മരണത്തിന് കാരണമാവുന്നു. പോലീസ് ഓഫീസറുടെ വീട്ടിലൊക്കെയാണ് ഈ ഡ്രോൺ ഇപ്പൊ പറയുന്ന മെയ്തി വംശജർക്കുടെ ഏരിയയിലേക്കാണ് വന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മെയ്തി വംശജർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത്. മുഖ്യമന്ത്രി പോലും സപ്പോർട്ട് ചെയ്തത് മെയ്തി വംശജരെയാണ്. അതിനിപ്പോ ഇത് ഇത്തരം കലാപങ്ങളിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം വളരെ ശക്തമായിട്ട് ഇടപെടാത്തെന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. പ്രധാനമന്ത്രി മോദി അവിടെ സന്തോഷിച്ചിട്ട് പോലും അത് പുള്ളി പുറത്തൊക്കെ പോയല്ലേ, ബിസി അല്ലേ. അതെ അതെ. അപ്പോ വേറെ മണിപ്പൂരിലെ മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ബോംബ് എറിഞ്ഞിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രി പോലും സുരക്ഷിതം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സാധാരണ ജനങ്ങൾ സുരക്ഷിതം. അതെ അതെ അതെ. അപ്പൊ അതൊരു കാര്യമാണ്. അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ബോണസ് 4000 രൂപ വരെ കൊടുക്കാനുള്ള കാര്യത്തിലൊരു തീരുമാനമായി. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്ക് 4000 രൂപ ബോണസും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്തയായി 2780 രൂപയും നൽകും എന്നാണ് പറയുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വിരമിച്ചവരടക്കമുള്ള സർവീസ് പെൻഷൻകാർക്ക് 1000 രൂപയാണ് ഇത്തവണത്തെ ഉത്സവ ഭത്തയായിട്ട് കൊടുക്കുന്നത്. മാത്രമല്ല ഹരിതകർമ്മ സേനയ്ക്കും 1000 രൂപയ്ക്ക് അടുത്ത് കിട്ടും. അതെ അതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഹരിതകർമ്മ സേനയുടെ കണ്ടാണ്. അതായത് ഈ പ്ലാസ്റ്റിക് ഒക്കെ അവര് സെപ്പറേറ്റ് ചെയ്ത് എടുക്കൂലോ. അപ്പൊ പല ആളുകളും കഴിച്ച ഫുഡ് വരെ അതിനകത്ത് തന്നെ വെച്ച് ആ പ്ലാസ്റ്റിക് ഡപ്പയിൽ വെച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. അതെന്ത് മര്യാദ ഇല്ലാത്ത പരിപാടിയാ. കാരണം അവര് നമ്മുടെ ഒരു വേസ്റ്റ് എടുത്ത് നമ്മുടെ വീട്, നമ്മുടെ ലൊക്കാലിറ്റി വൃത്തിയാക്കി ആ ഒരു പ്ലേറ്റ് വൃത്തിയാക്കി കൊടുക്കുക. അവർക്ക് അത്രയ്ക്ക് എളുപ്പമല്ലേ. കഴിച്ച ഭക്ഷണം ഇട്ടിട്ട് ആ പ്ലാസ്റ്റിക് ഡപ്പ അതേപടി അടച്ചു വെച്ച് കൊടുത്തു വിടുക. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം. ഹരിതകർമ്മസേനയെ പറ്റി പറഞ്ഞപ്പോ ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പം ഈ പരിപാടി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ വീട്ടില് അതെ 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 ചെയ്യുന്നവര് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. സാമൂഹിക പ്രതിബദ്ധതയോടെ മലബാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ സാമൂഹിക പ്രതിബദ്ധതയോടെ നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ് ആ കാര്യത്തില്. അല്ലാതെ ഒരു ഇതാണ് സാമൂഹിക പ്രതിബദ്ധത. മലബാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ നമുക്ക് സാമൂഹിക പ്രതിബദ്ധതയോടെ ഈ കാര്യങ്ങൾ ഇടപെടാം. കാരണം ഹരിതകർമ്മസേന അത്രമാത്രം ഒരു വലിയൊരു എഫേർട്ടാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഉപഭോഗവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയത്. ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകുമ്പോൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, അതിനെ സഹകരിക്കുകയാണ് ചെയ്യുന്നത്. അതെ, അപ്പൊ അത് നമുക്ക് ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫസ്റ്റ്. മദ്യം ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗിക്കുക, സ്ത്രീകൾ ഉപദ്രവിക്കുക, എന്ത് മോശമാണ്. ആ മോശത്തിനൊക്കെ 1ാം സ്ഥാനത്ത് ഇന്ത്യക്കാരുണ്ട്. ഒഫൻഡഡ് ആവണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഒഫൻഡഡ് ആയാലും നമ്മളത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് പറ്റൂ. നമ്മള് മാറിയാലേ ഇങ്ങനെ മാറത്തുള്ളൂ. മാറുമ്പോ തന്നെ മാറും. അതെ, ഇപ്പം CPM-ൽ മാത്രമല്ല കലഹം ഉള്ളത്. അതെ, BJP-യിലും കലഹം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണ് ഹരിയാനയിൽ ഇപ്പൊ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ പ്രശ്നങ്ങളാണ്. കരച്ചിലും ബഹളവും വരെയാണെന്നാണ് അവിടെ പറഞ്ഞത്. അവിടുത്തെ മന്ത്രിയായിരുന്ന കവിത എന്ന് പറയുന്ന, കവിത എന്നല്ല മാമിന്റെ പേര്, അതെ, അവരൊക്കെ ഇത്തരത്തിൽ വേറെ ആളുകളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോ അവിടെ ഇരുന്ന് കരയൊക്കെ ചെയ്തെന്നാ പറഞ്ഞത്. സ്ഥാനം കിട്ടാത്തോണ്ട് ആണെന്നാണ് പറയുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിന് ഭയങ്കര ആഹ്ലാദവും ആവേശവുമാണ്. അതെ അതെ, ഇതില് BJP-യിലെ കലഹം എന്ന് പറയുന്നത് ഹരിയാനയിൽ ഇപ്പൊ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പം ഹരിയാനയിൽ ഈ പറയുന്ന പോലെ കർഷകര് ഭയങ്കര പ്രശ്നമാണ് BJP-ക്കെതിരെ. അപ്പൊ അവര് ടീമായിട്ട് കർഷക മോർച്ച സംഘടന അല്ലെങ്കിൽ കർഷക സംഘടനകള് ടീമായി നിന്നാണ് വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരണം നടത്തുമെന്നാണ്
കർഷക സംഘം പറഞ്ഞേക്കണം. അതിന്റെ ഒപ്പം തന്നെ കടുത്ത തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഹരിയാനയിൽ തൂപ്പുജോലിക്ക് വേണ്ടി വന്ന് പറയുന്നത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഒപ്പം തന്നെ ഹരിയാനയിൽ നിന്ന് പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പറഞ്ഞോ. നമ്മുടെ കോൺഗ്രസിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുമ്പിൽ വെച്ച വിനയ് ഫോഗട്ടും അതുപോലെ തന്നെ ബജ്രംഗ് പുനിയയും കൂടെ കോൺഗ്രസിൽ അംഗത്വം നേടി ഹരിയാനയിൽ ഫോഗട്ട് മത്സരിക്കുന്നതോടുള്ള ഒരു ന്യൂസും കൂടെ ഉണ്ട്. ഫോഗട്ട് റെയിൽവേ ജോലി രാജിവെച്ചിട്ടല്ല കോൺഗ്രസ് ചേർന്നത്. ബജ്രംഗ് പുനിയയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫോഗട്ടിന് ഒളിമ്പിക് മെഡൽ നഷ്ടമായപ്പോൾ രാജ്യം ദുഃഖിച്ചെങ്കിലും BJP അത് ആഘോഷിച്ചു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിനുള്ളൊരു മറുപടി ആയിരിക്കും ഈ ഇലക്ഷനിൽ ഹരിയാനയെ കാണാൻ സാധിക്കുന്നത്. കർഷക സമരത്തിലടക്കം വിനയ് ഫോഗട്ട് പ്രതികരിച്ചതാണ്. അപ്പം അവിടെയുള്ള കർഷകരുടെ മാത്രം വോട്ട് കൊണ്ട് തന്നെ ഫോഗട്ട് ജയിക്കാൻ സാധിക്കും. അവര് ഒപ്പം നിൽക്കും. കാരണം വിനയ് ഫോഗട്ടിന്റെ കേസിനെതിരെ, അതായത് ബ്രിജ്ഭൂഷണെതിരെയുള്ള കേസിലും കർഷകരായിരുന്നു ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തത്. കർഷകർക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി അതേപോലെ നിന്നൊരാളാണ്. അപ്പൊ അതുകൂടിയായിരിക്കാം. ബാക്കി എന്താണ് പിന്നെ വിനേഷ് ഫോഗട്ട് ഇതിനെ പറ്റി സംസാരിക്കുന്ന പറഞ്ഞാൽ മോശം സമയത്ത് പിന്തുണച്ചത് കോൺഗ്രസ് ആണ്. BJP ഒഴികെ എല്ലാ പാർട്ടികളും ഒപ്പം നിന്നു. സ്ത്രീകളോടുള്ള അനീതിക്കെതിരെ നിലകൊള്ളുന്ന പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ അഭിമാനിക്കുന്നു. യുദ്ധം തുടരുന്നു. കോൺഗ്രസിലൂടെ അവർക്ക് നീതി ലഭ്യമാകും. ഒരു കായിക താരം, ഇന്ത്യയുടെ കായിക താരം, അവർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഭരണമുള്ള പാർട്ടി സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് എത്ര മേച്ചകരമായ കാര്യമല്ലേ? നമ്മുടെ ഭരണം സിസ്റ്റം തന്നെ ഒരു അതിനകത്ത് തന്നെ ഈ അതിക്രമം നടത്തിയിട്ടുള്ള ആളുണ്ടല്ലോ, ബ്രിജിത് ഭൂഷൺ. പുള്ളി പറഞ്ഞേക്കുന്ന ഒരു ഭയങ്കര വലിയ കാര്യമായിട്ട് പുള്ളി പറഞ്ഞേക്ക, ഇവര് പോവുകയാണെങ്കിൽ അത് അവർക്ക് തന്നെയാണ്, അവരുടെ ഉള്ള വിലയും കൂടെ പോകും എന്നൊക്കെ പറഞ്ഞ പുള്ളി ഭയങ്കര കാര്യം. പുള്ളി ഭയങ്കര മോശമായിട്ടാണ് കാര്യത്തില് പറഞ്ഞിട്ടുള്ളത്. അതെ. അയാളുടെ ബ്രിജിത് ഭൂഷൺ സിംഗ്, അതായത് BJP നേതാവായിട്ടുള്ള റെസ്ലിംഗ് ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റ്, വളരെ അദ്ദേഹത്തിനെതിരെ തെരുവിൽ ഇറങ്ങണ്ട ഭയങ്കര. അപ്പൊ പുള്ളി പറഞ്ഞ ഇതാണ്, ഗുസ്തിയിലെ മികവ് കൊണ്ട് പ്രശസ്തി നേടിയവരാണ് വിനയ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഒക്കെ. അതുപോലെ തന്നെ കോൺഗ്രസ് ചേർന്നോടെ അവരുടെ പേര് ഇനി മാറാൻ പോവുകയാണ്. ഹരിയാനയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കട്ടെ, BJPയുടെ ചെറുകിട സ്ഥാനാർത്ഥികൾക്ക് പോലും അവരെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിക്കും. അത് നോക്കാം. എനിക്ക് തോന്നുന്നു, കാരണം ഏത് പാർട്ടി ആയിരുന്നെങ്കിലും വിനേഷ് ഫോഗട്ടിന്റെ ഒരു ധൈര്യമുണ്ട്, ഉയർന്നു നിന്നൊരു ധൈര്യമുണ്ട്. അതിന് മാത്രം നമുക്ക് ഒരു പ്രചോദനം. കാരണം ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി ഉണ്ട്, എന്തും ചെയ്യാനുള്ള. അതായത് ആ മത്സരിക്കാൻ സ്വന്തം മുടി വരെ മുറിച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത വ്യക്തിയാണത്. അപ്പൊ അടുത്തതായിട്ട് എന്ത് മാക്സിമം എന്ത് വരെ ചെയ്യാം എന്നുള്ള തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരു ലീഡറിന് വേണ്ട ക്വാളിറ്റി ഉണ്ട്. അത് വിനേഷ് ഫോഗട്ടിനുണ്ട്. കർഷകർക്ക് വേണ്ടി അവർ മുന്നോട്ട് ഇറങ്ങി, അവർക്ക് വേണ്ടി സംസാരിച്ചു. അവർ ഈ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി റോഡിലൂടെ വലിച്ചെഴുന്നപ്പോൾ ശക്തമായി പ്രതികരിച്ചു. അതെ, അതിനെപ്പറ്റി പറയുന്നുള്ള കാര്യം സംസ്ഥാനത്ത് 30-ലധികം വരുന്ന ജാട്ടുകളുടെ പിന്തുണ ഉണ്ടായിരിക്കും വിനയ് ഫോഗട്ടിന്. അതേപോലെ തന്നെ കർഷക സമരത്തിലും അഗ്നിവീർ പദ്ധതിക്കുമെതിരായി ഉള്ള പോരാട്ടത്തിലും അവർ കൂടുന്നു. അപ്പം ആ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളുകളുടെയും സപ്പോർട്ട് അവർക്കുണ്ടായിരിക്കും. അതിലൂടെയും വലിയൊരു പിന്തുണയാണ് അവർ നേടിയത്. ഒപ്പം തന്നെ ഗുസ്തിയോടുള്ള ആഭിമുഖ്യവും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള സമരവും അവർക്ക് ഹരിയാനയിലുള്ള സ്വീകാര്യത കൂട്ടുന്ന കാര്യങ്ങളാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകർക്ക് വേണ്ടി പുള്ളിക്കാരത്തി എടുത്തിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ് അതിനകത്ത് വരുന്നത്. അപ്പം അതെല്ലാം ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയില് 50%, അതായത് തൊഴിലാളികളിൽ 50% വരുന്നവർ കർഷകരാണ്. ഈ 50%-ൽ 20%-ഓളം ഹരിയാനയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് ഉറപ്പായിട്ടും ജയിക്കാൻ. കർഷക സംഘടനകൾ BJPക്ക് എതിരാണ് ഈ ഇലക്ഷൻ എന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ, നമ്മുടെ കേരളത്തിലെ KC വേണുഗോപാൽ ഇതിനെതിരെ നല്ല വിനേഷ് ഫോഗട്ടിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് വലിയ ദിനം, പോരാട്ട വീര്യം തെളിയിച്ച ആളാണ് വിനേഷ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്. പോരാട്ട വീര്യം നമ്മളെ തെളിയിച്ചിട്ടാണ് വിനേഷ് ഫോഗട്ട് ഇപ്പൊ
ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തോൽക്കുകയോ ജയിക്കുക എന്നുള്ളതല്ല, ഒരു ഇത് നേതൃത്വം ഭയങ്കരമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് വേണുഗോപാൽ സാർ പറഞ്ഞിട്ടുള്ളത്, അച്ഛൻ കൊല ചെയ്യപ്പെട്ടത് 9-ാം വയസ്സിൽ കണ്ടിട്ടും തളരാത്ത ഉയർന്ന ധൈര്യത്തിന്റെ പേരാണ് വിനേഷ് എന്നാണ് പറയുന്നത്. ആ ധൈര്യമാണ് കോൺഗ്രസിലേക്ക് വരുന്നത് എന്നുള്ള രീതിയിലാണ് അവരെ വെൽക്കം ചെയ്യുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ആണ് നേരിട്ട് എത്തി പുള്ളിക്കാരത്തിന് ഇന്നലെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒരു ഇതിന്റെ. അതെ അതെ, അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇതാണ്. അതിന്റെ ഒപ്പം തന്നെ പ്രധാനമായി ചേർത്ത് വെക്കുന്നത് ജമ്മു കാശ്മീരിലും ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, 10 വർഷത്തിന് ശേഷം ഉള്ള ഇലക്ഷൻ ആണ്. അപ്പോ ജമ്മു കാശ്മീരിന്റെയും പ്രത്യേക പദവികൾ എടുത്തു കളഞ്ഞതും അന്ന് വൈദ്യുതി പോലും ആ ഏരിയകളിൽ വിച്ഛേദിച്ചതിന്റെയും ആളുകളെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരുത്തി അതൊരു കവചം പോലെ യൂസ് ചെയ്തൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായതാണ്. അപ്പൊ അവരുടെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞെങ്കിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പദവി നൽകുമെന്ന് അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് ജയിക്കുവാണെങ്കിൽ. അതുമാത്രമല്ല, സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ 3 മടങ്ങ് വർധനവും വീട്ടിൽ പ്രായം ചെന്ന വനിതകൾക്ക് 18,000 രൂപ ധനസഹായവും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വേറെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് കർഷകർക്ക് 10,000 രൂപയുടെ സഹായം, കൃഷിക്കായുള്ള വൈദ്യുതി നിരക്ക് പകുതിയാക്കും, 5 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ, ഉജ്ജ്വല പദ്ധതി ഗുണഭോക്താക്കൾക്ക് വർഷം 2 സൗജന്യ LPG സിലിണ്ടറുകൾ, ജമ്മുവിലും ശ്രീനഗറിലും മെട്രോ ട്രെയിൻ. ഇതൊക്കെയാണ് ഓഫറുകൾ. അത് ഒരു ഓഫറും കൂടെ ഉണ്ട്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചേക്കും. 2 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില ലിറ്ററിന് 2 രൂപ വരെ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിന്റെ സെറ്റപ്പ് ഇലക്ഷന് മുമ്പായിട്ട് ആലോചിക്കുന്നതായിട്ട് റിപ്പോർട്ട് വരും. ഇലക്ഷൻ കഴിയുമ്പോൾ 2 രൂപ കൂട്ടിയതായിട്ട് പ്രഖ്യാപനം. ഒരു നേച്ചർ അങ്ങനെയാണല്ലോ. അതെ അതെ. അപ്പൊ ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന വാർത്തകളായിട്ട് പ്രധാന പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാന വാർത്തകൾ ഏതൊക്കെയായിരുന്നു ജോക്കുട്ടാ? നമ്മുടെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ്, വിനയ് ഫോഗട്ടിന്റെ കോൺഗ്രസ് പ്രവേശനം, അതേപോലെ തന്നെ അന്തർധാരകളുടെ വിഘടനം, അതെ അതെ, CPM-ല് അല്ലെങ്കിൽ LDF-ൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേ തുടർന്ന് ആളുകളുടെ കൂട്ടരാജി. ഹരിയാനയില് BJP അംഗങ്ങളാണ് കൂട്ടരാജി വെക്കുന്നതെങ്കിൽ കേരളത്തില് LDF-ൽ അംഗങ്ങൾക്ക് രാജിവെക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ജന്മദിനമാണ്. 73-ാം വയസ്സിന്റെ നിറവിൽ, അതെ 73-ാം വയസ്സിന്റെ നിറവിലാണ് ഈ ചെറുപ്പക്കാരൻ ഉള്ളത്. അപ്പൊ അതെ അതെ, അപ്പം ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ ഇന്ത്യയുടെ അഭിമാനം, അതെ സ്വകാര്യ അഭിമാനം നമ്മൾക്കാണുള്ള മെയിൻ അഭിമാനം. എന്നിട്ടാണല്ലോ. അപ്പൊ മമ്മൂട്ടിക്ക് എന്ന് പറഞ്ഞോളൂ, മമ്മൂട്ടി സാറിന്, അതെ മോളിവുഡിന്റെ സ്വന്തം മമ്മൂട്ടി സാറിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും. വിവിധ പരിപാടികൾ അടക്കം ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ എടുത്തു പറയുന്നതാണ്. പിറന്നാൾ ദിവസത്തിൽ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ 17 രാജ്യങ്ങളിലായി 30,000 പേർ രക്തദാനം നടത്തും. കഴിഞ്ഞ വർഷം 25,000 പേർ രക്തദാനം ചെയ്തിരുന്നു. അത് വലിയ കാര്യമാണ്, കാരണം അവര് ചെയ്യുന്നത്. അത് മാത്രല്ല, നമ്മുടെ യൂടോക്കിന്റെ മുതലാളി, ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ മുതലാളി, ഞങ്ങളുടെ ജോബി സാറിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഞങ്ങളുടെ ജോബി സാറിന് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ യൂടോക്കിന്റെ ബർത്ത്ഡേ ആണ്. അതെ, 3 ബർത്ത്ഡേകളാണ് ഇന്ന് ഒരുമിച്ചുള്ളത്. മഹാനടൻ മമ്മൂട്ടി, മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, ഗുഡ്വില്ലിന്റെ സൂപ്പർ സ്റ്റാർ ജോബി സാർ, അതേപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ സ്ഥാപനം, അതെ ഞങ്ങളുടെ സ്ഥാപനം, നമ്മുടെ സ്ഥാപനം യൂട്യൂബ്. ഈ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്. മൈൻഡ് ചെയ്യണ്ട, ആരും മൈൻഡ് ചെയ്യണ്ട. അതെന്താ അങ്ങനെ? ചില ബോധമില്ലാത്തവരുടെ ബർത്ത്ഡേ മാസം തന്നെയാണ്. പ്രധാനപ്പെട്ട നല്ല ആൾക്കാരുടെ ജനനം പോലെ തന്നെ ചെറിയ ഞങ്ങൾ അങ്ങനെ സൗന്ദര്യമുള്ളവരുടെ. മമ്മൂട്ടി ഒരു സുന്ദരനാണെന്ന് ഉദ്ദേശിച്ചത്, അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും സൗന്ദര്യം ഇല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും 3 1951 ജനിച്ച
ശരിക്കും സംഭവം അല്ലേ? സത്യം കമ്മിറ്റിയിലൊന്നും പറയാത്തപ്പോ ചെറിയൊരു വിഷമം വന്നെങ്കിൽ പോലും മമ്മൂട്ടി മെയിൻ ആണ്. അത്രേ ഉള്ളു. മറ്റേ സിനിമയിലെ കാതൽ സിനിമയിലെ ദൈവമേന്ന് വിളിച്ചപ്പോണ്ടല്ല ഞാൻ കരഞ്ഞ് ചത്തില്ലാതെ ഉള്ളു. കാതൽ സിനിമയല്ലേ? അപ്പൊ അതില് മറ്റേ ലാസ്റ്റ് ആ വൈഫിനെ ഹഗ് ചെയ്തിട്ട് ഞാൻ പപ്പാടെ കണ്ടിട്ടായിരുന്നു. ഞാൻ മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും ഫാൻസുകാർ ബിലാലിന്റെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക. പക്ഷെ ഇന്ന് മറ്റേ നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ പടം ഉണ്ടല്ലോ, ഗൗതം വാസുദേവനുമായിട്ടുള്ള പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്റെ മിസ്റ്റേക്ക് ആണ്. ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു സർപ്രൈസും ഉണ്ട് ബിലാലിന്റെ എന്റെ GVM-ന്റെ പടത്തിന്റെ ഒക്കെ GVM-ന്റെ എന്താണെങ്കിലും വീടിന്റെ ഫ്രണ്ടില് ഒരു കൂട്ടം ആളുകൾ നിറയും, എല്ലാ വർഷവും നിറയുന്ന ആള്. ബാൽക്കണിയിൽ ഇങ്ങനെ ഷാരൂഖ് ഖാനും മമ്മൂക്കും മാത്രമുള്ള ഒരു പ്രത്യേകത. തുൽക്കറിനുള്ള ഭയങ്കര സംഭവം സങ്കടം വരുന്നു. എനിക്കറിയാൻ പാടില്ല, എനിക്ക് കരച്ചിൽ വരുന്നതൊക്കെ. ഞങ്ങളുടെ മുത്ത് നല്ല മലയാളികളുടെ മുത്ത് മമ്മൂക്കായ്ക്ക് അത് കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ടായിരുന്നു മമ്മൂക്ക. ഭയങ്കര രസമാണ്, കുഞ്ഞു പിള്ളേരെ പോലെ ചിരിച്ചിരിക്കുന്ന ഒരു സാധനം. അപ്പൊ എല്ലാ കാലത്തും ഞങ്ങളുടെ ചക്കരയായിട്ട് ഞങ്ങളുടെ ഉണ്ടായി നമുക്ക്. അപ്പം എല്ലാവരുടെ ജന്മദിനാശംസകളും മമ്മൂക്കയ്ക്കും ഞങ്ങളുടെ മുതലാളിക്കും യൂട്ടോക്കിനും എല്ലാം നല്ലൊരു ദിവസമായിരിക്കും എല്ലാവർക്കും. അതെ. ഇനി നമുക്ക് ബാക്കിയുള്ള വാർത്തകളിലേക്ക് പോകാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ മാധുരി ഉറിബുച്ചിന് എതിരായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുന്നുണ്ട്. അപ്പം അതൊരു കാര്യമാണ്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ 5 ആശുപത്രികൾക്ക് ദേശീയ ഗുണനിലവാരത്തിലുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മൾ അങ്ങനെ വലിയ കുറവൊന്നുമല്ല. പിന്നെ സാരമില്ല, വിഷമിക്കണ്ട. സംസ്ഥാനത്തെ മഴ വീണ്ടും സജീവമാകുമെന്ന് ആളുകളുണ്ട്. അതെ, ഉറിബുച്ചിനെതിരായിട്ട് പാർലമെന്റ് സമിതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വായ്പ എഴുത്തള്ളാൻ സാവകാശം വേണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ വയനാടിന്റെ കേന്ദ്ര സഹായം നൽകുന്നു എന്നൊരു റിപ്പോർട്ടും കൂടെ ഉണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നു 1 മാസം കഴിഞ്ഞിട്ട് കേന്ദ്ര സഹായം ലഭ്യമായിട്ടില്ല. പ്രധാനമന്ത്രി ദുരന്ത ഭൂമുഖത്ത് സന്ദർശിച്ചെങ്കിലും കേരളം ആവശ്യപ്പെട്ട പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട വിശദമായ ഒരു മെമ്മോറാണ്ടം ആഗസ്റ്റ് 18 സമർപ്പിച്ചിരുന്നു. കാരണം അതൊരു ചർച്ചാ വിഷയമായിരുന്നു. മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ഒരു മെമ്മോറാണ്ടം ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് കാണിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടു. എന്നിട്ടത് കേരളം സമർപ്പിച്ചിട്ടില്ല എന്നൊരു വാദങ്ങൾ ഉയർന്നിരുന്നു. ഇത് ആഗസ്റ്റ് 18 സമർപ്പിച്ചിട്ടും അതിനുവേണ്ടി ശക്തമായ ഒരു നടപടി ഇതുവരെ കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല എന്നൊരു വിമർശനമുണ്ട്. കാരണം ഒറ്റുനോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു ദുരന്തമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ. അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് വരെ നമ്മൾ സംസാരിച്ചു. പക്ഷെ അതൊന്നും ചെയ്തില്ല. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ സമയത്ത് വരെ മോദിജി നമുക്ക് വേണ്ടി സംസാരിച്ചു. മാർപ്പാപ്പ പോലും വയനാട് ഉരുൾപൊട്ടലിന് വേണ്ടി സംസാരിച്ചതാണ്. എന്നിട്ട് അതിനുവേണ്ടി ഇതുവരെയും അതിനെതിരെയുള്ള ഒരു കേന്ദ്ര സഹായം എത്തിയിട്ടില്ല. പ്രഖ്യാപിച്ചിട്ട് പോലും ഇല്ല. എന്താണ് അതിന്റെ തുടർ നടപടി എന്നുള്ളതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ആദ്യം മദ്യം പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, അതായത് കണക്കിന് വാർത്തകളാണ്. അതായത് സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം വർദ്ധിക്കുന്നു എന്നൊരു വാർത്തയാണ് അതുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. ഈ 5 വർഷത്തിനെതിരെ കുട്ടികളായിട്ടുള്ള 173 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർഷം തോറും കൂടുകയാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അതിക്രമം തടയുന്നതിനും ബാലാവകാശ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും നിലവിലുണ്ടെങ്കിലും കേസുകളുടെ എണ്ണം കൂടി വരികയാണെന്ന് പ്രധാന കാരണങ്ങളായി പറയുന്നത് ലഹരി. ഒന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ലഹരി എന്നൊരു കാര്യത്തിനെയാണ് ഒന്നാമതായിട്ട്. ഞാനും ഈ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കൊച്ചു പിള്ളേർ 10, 12, 13 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് ഈ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റിനൊക്കെ വരുന്നത്. അപ്പം അതിൽ പെടുന്നത്, അവരതിൽ പെടുത്തുന്നവര്
ലൈംഗിക ചൂഷണങ്ങൾ ഇതെല്ലാം ഭയങ്കര ഒരു പ്രശ്നമാണ്. കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് അവരുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം. അതേപോലെ കുടുംബ പ്രശ്നങ്ങൾ, മറ്റ് സാമൂഹിക ആശ്രിതയൊക്കെയാണ് ഈ കുട്ടികളെ ഇത്തരത്തിൽ ഒരു എന്താ പറയാ ഒരു ഡേഞ്ചറിന് ഇരയാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതെ പോക്സോ കേസുകളൊക്കെ വരാറുണ്ട്. അതായത് ഇപ്പൊ അറിയത്തില്ല കൊച്ചുങ്ങൾക്ക് ഉപദ്രവിക്കുന്ന ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസവും ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഉജ്ജയിൻ എന്ന് പറയുന്ന യിലാണെന്ന് തോന്നുന്നു, ഫോണൊന്നും എടുത്ത് നോക്കിക്കേ, അയച്ചിട്ടുണ്ട്. അവിടെ നടുറോട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്. മദ്യം കൊടുത്ത് അവര് അൺകോൺഷ്യസ് ആണ്, അവര് എന്തോ റിലേഷൻ എന്തോ ഉള്ള പണ്ടെന്തോ റിലേഷൻ. അപ്പം മദ്യം കൊടുത്ത അബോധാവസ്ഥയിലായിട്ടുള്ള ഒരു കുട്ടി നടുറോട്ടില് സൈഡില് പീഡിപ്പിക്കുകയാണ്. ആളുകൾ അത് കണ്ടിട്ട് ഫോട്ടോ എടുത്ത് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക, അത് തടുക്കല്ല. അപ്പൊ മനസ്സിലായോ ഈ ലഹരിയുടെ ഒക്കെ ഒരു സാധനം ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത്. തീർച്ചയായിട്ടും അപ്പൊ അത് എവിടെയാണ് ഞാൻ ഈ കണക്ട് ചെയ്ത് പറഞ്ഞല്ല, ഇതിപ്പം കണക്ട് ചെയ്യപ്പെടുകയാണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്. അതെ അതെ വീഡിയോ എടുത്ത് ഭയങ്കര ചിന്തിക്കുന്നുള്ളതാണ്. അതെ അതെ. അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്ത. ലഹരിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്, ലഹരിക്കൊരു പ്രാധാന്യം ഉണ്ട് അതിനകത്ത്. പിന്നെ കാര്യം എന്ന് പറയുന്നത് ഈ ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ UG മെഡിക്കൽ പുസ്തകങ്ങളില് വിദ്യാർത്ഥികളുടെ ഫോറൻസിക് മെഡിക്കൽ പാഠ്യപദ്ധതിയിൽ സ്വവർഗ അനുരാഗത്തിനെതിരുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് സ്വവർഗ അനുരാഗം ഒരു കുറ്റകൃത്യം ആണെന്നുള്ള രീതിയിൽ അതിന്റെ കീഴിൽ ഉൾപ്പെടുത്തിയിട്ട് UGയുടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫോറൻസിക് മെഡിക്കൽ പാഠ്യപദ്ധതി അത് അവര് തിരുത്തി സ്വവർഗ കുറ്റം ലൈംഗിക കുറ്റമാണെന്നുള്ളത് തിരുത്തിയിട്ട് ഒരിത് വെക്കാൻ പോവാണ്. പാഠ്യപദ്ധതി തിരുത്തി ചെയ്യാൻ പോകുന്നുള്ള. കേരളത്തിലെ ഒരു ഒട്ടുമിക്ക 50-50 ആണെന്ന് തോന്നുന്നു. ഇത് കുറ്റമാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്, കുറ്റമില്ല എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അതെ അതെ. ന്യൂഡൽഹിയിലാണ് സംഭവം. അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓണം ബെമ്പർ വലിയ ഹിറ്റിലേക്കാണെന്നാണ് പറയുന്നത്. ഇതുവരെ ലോട്ടറി എടുക്കാത്ത അന്ന് ലോട്ടറി എടുക്കും. അതിനൊരു പ്രത്യേകത നമുക്ക് ലോട്ടറി മദ്യപിറ്റൊക്കെയാണ് നമുക്ക് അത് സത്യമാണ്. ലോട്ടറി വിറ്റും കാശുണ്ടാവും. ഇന്ന് എല്ലാരും പറയുന്നത് 25 കോടി ഫസ്റ്റ് പ്രൈസ്, 1000 കോടി ഫസ്റ്റ് പ്രൈസ് പ്രഖ്യാപിച്ചു. മാക്സിമം ഇതിന്റെ ചെലവ് ഒരു 50 കോടി എന്ന് വിചാരിക്കുക. പക്ഷെ ഈ ലോട്ടറി വിറ്റ് കിട്ടിയത് 125ഓളം കോടിയാണ് സർക്കാരിന് കിട്ടിയത്. അതിന് വലിയ ചെലവൊന്നുമില്ല. ഈ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസും മേൽ ടിക്കറ്റ് ഇതിനാണ് വിറ്റ് തീർന്നു. അതാണ് ഏതെങ്കിലും നമുക്ക് വരുമാനം. അത് നമ്മുടെ കഴിഞ്ഞ വർഷം കൃഷികൾക്കല്ലേ പക്ഷെ അത് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഈ ലോട്ടറി അടിച്ചൊരു പുള്ളി 25 അടിച്ച പുള്ളി പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അയ്യോ അടിക്കല്ലേന്ന് പറയേണ്ട അവസ്ഥയായി പോയായിരുന്നു. ആർക്കടിച്ചാലും മിണ്ടാണ്ട, അതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർക്ക് അത് നമ്മുടെ ഇതുപോലെ ഹരിതകർമ്മസേന പോലെയുള്ള ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയ്ക്കാണ് കിട്ടിയത്. ഭയങ്കര രസമുള്ള ഒരു വാർത്തയാണ്. അഥവാ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത ബന്ധങ്ങളായിട്ട് അതെ അതെ ശരിയാ മോനെ, നിന്നെ പണ്ടിയാണ് എടുത്തോന്നൊക്കെ. അപ്പൊ സഹായം ചോദിച്ച ഒരുപാട് പേര് വരുന്നുണ്ട്. അതെ 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 ഫേക്കായിട്ടും ടിക്കറ്റ് എടുക്കില്ല. പക്ഷെ ടിക്കറ്റ് എടുക്കില്ല. ദൈവം എനിക്ക് ടിക്കറ്റ് അടിക്കണേ, പക്ഷെ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പൊ അതൊരു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസ്ലൻ റിപ്പോർട്ട് ചെയ്തതാണ് ഈ മുസ്ലിം യുവാക്കൾക്കെതിരെയൊക്കെ ആയിട്ടുള്ള അതിക്രമങ്ങൾ കൂടുന്നു എന്നുള്ളത്. അപ്പോൾ മുസ്ലിം യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച 15 ബജ്റംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പലപ്പോഴും കേസുകൾ എടുക്കാത്തതൊക്കെയാണ് ആളുകളുടെ ഒരു ധൈര്യം. അതെ അതെ അതെ. കെനിയയിലെ അതേപോലെ തന്നെ വിഷമകരമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ വാർത്ത എന്ന് പറയുന്നത് കെനിയയിലെ ബോർഡിംഗ് സ്കൂളിൽ തീപിടിച്ച് 17 വിദ്യാർത്ഥികൾ മരിച്ചു എന്നൊരു വാർത്തയുണ്ട്. അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഓക്കെ. ഇന്ത്യയിൽ അഭയം തേടിയ അഫ്ഗാൻ സിഖുകാർ കാനഡയിലേക്ക് കുടിയേറുന്നു. അതൊരു വലിയ ദിവസമാണ്. കാരണം കേരളത്തിലുള്ളവർ ഒട്ടുമിക്ക വിചാരിച്ചേക്കുന്നത് കേരളത്തിലുള്ള പിള്ളേർ മാത്രമാണ് ഈ കാനഡയിലേക്ക് UK ചേക്കേറി പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ സിഖുകാരും അങ്ങനെയുള്ള കുറച്ച് പഞ്ചാബീസ് ഒക്കെയാണ് നമ്മൾ കേരളത്തിനേക്കാൾ കൂടുതൽ കാനഡയിലേക്കൊക്കെ പോകുന്നത്. കാനഡയിലെ പല പ്രശ്നങ്ങൾക്കും ഇവരാണ് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. തീവ്രവാദികൾ വരെ അവിടെ ഇപ്പൊ കാനഡയിൽ ഉണ്ടെന്ന് വരെ, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തകർക്കാനുള്ളൊരു ഇതുണ്ടെന്ന് നസിക്കാര് ഇതല്ല കേട്ടോ, ഇത് പറയല്ല, അങ്ങനത്തെ ഒരു ന്യൂസ് ഒക്കെ ഇപ്പൊ കാനഡയിലുണ്ട്. അതേപോലെ തന്നെ മിഷേൽ ബാർണിയറുടെ നിയമനത്തിൽ മക്രോണിക്കെതിരെ പ്രതിഷേധം എന്നാണ് പാരീസിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്റർനാഷണൽ എല്ലായിടത്തും പ്രശ്നമാണല്ലോ ദൈവമേ. ഇനി വേറെ മലയോര ടൂറിസം മേഖലയിൽ പഠനം നടത്തണം. അതായത് മലയോര ടൂറിസ്റ്റുകൾ, വയനാടിന്റെ ദുരന്തബാധിത മേഖലയിലുള്ളവരുടെ ബാങ്ക് വായ്പയുടെ കാര്യത്തിൽ അത് വേറെ പരിഗണിക്കും. ഈ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ടൂറിസം, കാരണം അവിടെ ആളുകൾ ഇനി ഇതുപോലെ കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അത് വലിയ നഷ്ടങ്ങളിലേക്ക് പോകും. അപ്പൊ അതിനുവേണ്ടി പ്രത്യേക പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ ടൂറിസ്റ്റ് മേഖല, അതായത് ടൂറിസ്റ്റ് മേഖല പ്രഖ്യാപിക്കുക എന്നുള്ളത്, ടൂറിസ്റ്റ് മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നത് വേറൊരു കാര്യമാണ്. നമ്മള് വിചാരിക്കുന്നത് ഇപ്പൊ എന്താന്ന് വിചാരിച്ചാൽ ഇപ്പോഴുള്ള ഒട്ടുമിക്ക യങ്സ്റ്റേഴ്സിന്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ 4 ആള് പോകുന്നിടമായിരിക്കും ടൂറിസ്റ്റ് കേന്ദ്രം എന്നാണ്. ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സർക്കാർ ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ട്. അവിടെ മാത്രമാണ് സത്യം പറഞ്ഞാൽ സേഫ് ആയിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഉള്ള ടൂറിസ്റ്റ് മേഖലകളിൽ അടക്കം, അതായത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ടൂറിസ്റ്റ് മേഖലയില് അതെ ആ ടൂറിസ്റ്റ് നടത്തി സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു ഇത്. നമ്മളിന്ന് ഹേമ കമ്മിറ്റിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. അല്ല, നിവിൻ പോളി പരാതി നൽകി. നിവിൻ പോളിക്ക് സപ്പോർട്ടായിട്ട് ഒത്തിരി ആളുകൾ ഇന്നലെ പാർവതി ആ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പാർവതി വന്നിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തെളിവുണ്ടെങ്കിൽ വളരെ രസകരമായിട്ട് അതിനെ ഡീൽ ചെയ്യാം. അപ്പം നിങ്ങളുടെ ഓടിച്ചാടി വന്ന് കാര്യം പറഞ്ഞു. അന്ന് തന്നെ ഉള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോ നിവിൻ പോളി അവിടെ ഇല്ലായിരുന്നെന്നാ പറയുന്നത്. അപ്പം ട്രോളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഓൺലൈനായിട്ടായിരിക്കും. അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകനായിട്ടുണ്ടായിരുന്ന KM ബഷീറിനെ വാഹനം ഏൽപ്പിച്ച് കൊല്ലപ്പെട്ട കേസ് നമുക്ക് അറിയാവുന്നതാണ്. അന്ന് നമ്മുടെ ശ്രീറാം വെങ്കിട്ടരാമൻ, കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ആ കൊലപാതകത്തിന്റെ വിചാരണ 24 വിചാരണ തീയതി നിശ്ചയിക്കും എന്നുള്ള ആരോട് അതെനിക്ക് മനസ്സിലായി. പക്ഷെ അയാൾക്ക് നല്ല നോളജ് ഉള്ള വ്യക്തിയാണ്. ഒരാള് അറിവുള്ള ആളാണ്. അതായത് നമ്മൾ ഇത്ര അറിവുള്ള ആളുകൾ വരെ ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലേ അത് മാറ്റില്ല, ഇനിയും ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ BJPയുടെ ഒരു സഹകരണ സംഘം തട്ടിപ്പുണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത്. അപ്പം ആളുകൾ, നിക്ഷേപകർ, പൈസ ഇട്ടവര് ചോദിച്ചു വീട്ടിൽ ചെല്ലുകയാണ് ഇയാളുടെ. അപ്പൊ വീട്ടിൽ ചെല്ലുന്നത് തടയണമെന്ന ഹർജിയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതും ഒരു വാർത്തയാണ്. എന്താലേ, പൈസ മുക്കിയവന് കുഴപ്പമില്ല. അതേപോലെ തന്നെ കൊൽക്കത്ത കേസ്, ലേഡി ഡോക്ടറുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. അപ്പം സന്ദീപ് ഘോഷിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ CBI പറഞ്ഞിട്ടുള്ളത് കൂട്ടബലാത്സംഗം ആണെന്ന് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അതെ, കൂട്ടബലാത്സംഗത്തിനുള്ള ഒരു കാര്യം നടന്നിട്ടില്ല എന്നൊരു പറയുന്നുണ്ട്. നമ്മൾ പറയുന്നു മുസ്ലിങ്ങൾക്കെതിരെയായിട്ടുള്ള അതിക്രമങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ കൂടുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട ലക്നൌവിൽ നിന്നൊരു വാർത്ത പുറത്തു വരുന്നത്, മാംസാഹാരം കൊണ്ടുവന്ന് പറഞ്ഞ മുസ്ലിം വിദ്യാർത്ഥിയെ പുറത്താക്കി പുറത്തു വരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ മുസ്ലിം ഒരു തല്ലിക്കൊന്നു. ആര്യൻ എന്ന് പറയുന്നത് മുസ്ലിമാണോ കരുതിയല്ല, മറ്റേ ബീഫ് കടത്തി എന്നാരോപിച്ച് തെറ്റിദ്ധരിച്ച് പേരില് അതായത് മുസ്ലിം ശേഷം അവന്റെ പിതാവിനോട് പറഞ്ഞതാണ് അവൻ മുസ്ലിം ആണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കൊന്നത്. അതാണ് പറഞ്ഞത്. അപ്പൊ അവന്റെ അച്ഛൻ
പോന്നിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ മകൻ മരിക്കില്ലായിരുന്നു എന്നൊക്കെ ശക്തമായ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. കഷ്ടമുള്ള ഒരു കാര്യമാണ്. അവിടുത്തെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണെന്നും ബീഫ് ആണെന്നും കരുതിയ കൊല്ലുക. ബീഫ് കിടത്തി ആരോപിച്ച് കഴിഞ്ഞാൽ കൊല്ലുക. അതെ, ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുക, എന്തൊക്കെയല്ലേ. ഒരു വീട്ടിൽ കയറി ആക്രമിക്കുക, സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി പോലീസ് ആക്രമിക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇട്ട് അത് അടുത്ത ആളാണെന്ന് പോലും നോക്കുന്നില്ല, പുറത്തുനിന്ന് വന്ന പോലും ഇപ്പൊ അവിടെ ചെന്ന് കൊല്ലും. ചോദിക്കാൻ സംശയം തോന്നിയാ മതി. എന്തൊരു അവസ്ഥയല്ല ഒരാളുടെ, അയാളുടെ ഒരു അപ്പിയറൻസ് കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ലുക്ക് കൊണ്ടോ പോലും ജീവഹാനി ഉണ്ടാവുക പറഞ്ഞാൽ. അതേപോലെ തന്നെ ഈ ജി കൗർ ഹോസ്പിറ്റലിലെ ആ ദുരസംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വന്ന പ്രത്യേക വാർത്ത, ഒരു ബില്ല് അവിടുത്തെ പുറത്തുനിന്നും അപരാജിത വധശിക്ഷ നടപ്പിലാക്കുന്ന ബില്ല്, അതിൽ വിശദീകരണം ഗവർണർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ജമ്മു കാശ്മീരിൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ. അപ്പം ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കലാപരൂഷിതമായിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ജമ്മു കാശ്മീരിലെ രാജാവ് ഇവിടെ ഇന്ത്യയുമായി ചേരാൻ താല്പര്യം കാണിക്കാതിരുന്ന ഒരു കാലത്ത് മുതല് ഇവരെ പല കാരണങ്ങൾ കൊണ്ട് ആക്രമണം ഉണ്ടാകുമ്പോഴാണ് അവർ നമ്മുടെ ഒരു ഹെൽപ്പ് ചോദിക്കുന്നതും ആ ഹെൽപ്പ് പരമായിട്ടാണ് ജമ്മു കാശ്മീർ നമ്മളുമായിട്ട് യോജിക്കുന്നത്. അപ്പം അതിന്റെ പേര്. അപ്പം അന്ന് മുതല് കാശ്മീരിന്റെ കാര്യത്തിൽ എപ്പോഴും പ്രശ്നമാണ്. അതെ, പാകിസ്ഥാനും ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാശ്മീരിന്റെ കാര്യത്തിൽ. അപ്പം ഇപ്പം 10 കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു ഇലക്ഷൻ വരെയാണ്. അതിന് മുന്നോടിയായിട്ട് ജമ്മു കാശ്മീർ വീണ്ടും സുരക്ഷാ വലയത്തിലാക്കിയിരിക്കുകയാണ്. കാശ്മീരിലേക്ക് കേന്ദ്ര സർക്കാർ അർദ്ധസേന വിഭാഗങ്ങളെ അധികമായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത്. അപ്പോ ഇപ്പം ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഈ ഇലക്ഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണ്. കാരണം 10 കൊല്ലത്തിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഈ പറഞ്ഞ പോലെ തന്നെ കടുത്ത BJP വിരുദ്ധതയുള്ള ഒരു സ്ഥലമാണെന്നാണ് മൊത്തത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. അത് അതിന്റെ കാരണം സ്പെഷ്യൽ പദവി എടുത്തു കളഞ്ഞത് ആ സമയത്ത് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഭയങ്കര മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതെല്ലാം ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതൊരു പ്രത്യേക കാര്യമാണ്. അപ്പൊ ജമ്മു കാശ്മീർ സുരക്ഷാ വലയത്തിലാണ് എന്നുള്ള അതായത് മാത്രം ഇലക്ഷൻ അവര് സേഫ് ആയിട്ടിരിക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് കാര്യം. പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, 34 വർഷം മുമ്പ് 20 രൂപ കൈക്കൂലി വാങ്ങിയ പോലീസ് കോൺസ്റ്റബിളിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അത് വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെ. അതെ, 34 വർഷം മുമ്പ് 20 രൂപ കോടികൾ കൈക്കൂലി വാങ്ങിയ കേരളത്തിലെ ചില പോലീസുകാർ ഇത് കാണുക, കേൾക്കുക. നിങ്ങൾക്ക് 20 രൂപക്ക് കിട്ടിയ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടണം, പക്ഷെ കിട്ടില്ല എന്ന് ഞാൻ പറയാം. 20 രൂപക്കൊക്കെ കേരളത്തിലില്ല. 20 രൂപയാണെങ്കിലും 20 രൂപയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അതാണ് അതിനകത്തൊരു കാര്യം. അപ്പം ഈ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ, ഒരു വലിയൊരു എന്താ പറയാ സീതാദേവി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവര് ഈ പച്ചക്കറി കെട്ടിടുമായിരുന്നു. ആ പച്ചക്കറി ഒന്ന് ആലോചിച്ചു, ഒരു പച്ചക്കറി കെട്ടുകൊണ്ട് പോകുന്ന തെരഞ്ഞെടുത്ത് 20 രൂപ മേടിച്ച് ആ 20 രൂപ മേടിക്കണത് റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ട് പുള്ളി അപ്പൊ തന്നെ തിരിച്ച പൈസ മേടിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പണി ഒരു മോശം ഉദ്യോഗസ്ഥനെ മറ്റൊരു ഐസ്ക്രീം 2 പേർ അറസ്റ്റിൽ. അതങ്ങനെ ഞാനത് തീർത്തോട്ടെ. അപ്പൊ സുരേഷിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു ഈ പുള്ളി മുങ്ങിയൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ അവസാനം 34 വർഷം അയാൾ മുങ്ങി നടന്നു. 34 വർഷം മുങ്ങി നടന്നില്ല. പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോ ഒളിവിലൊക്കെ പോയി അങ്ങനത്തെ ഒരു പരിപാടി. ഇതുപോലെ ഒരാളെ കുറച്ച് വീട്ടിലായിരുന്നു. വലിയ എന്തോ തട്ടിപ്പ് നമ്മളാ വായിച്ചത്. വലിയ തട്ടിപ്പെടുത്ത പുള്ളി ഒളിവിലായിരുന്നു. അതെ, അപ്പം അതൊരു കേസാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ 20 രൂപ
മേടിക്കുകയാണെങ്കിലും കൈക്കൂലി വാങ്ങാൻ പാടില്ല. അതെ. അപ്പൊ ചായ കുടിക്കാനോ അല്ലെങ്കിൽ കിട്ടുവാങ്ങാനോ എല്ലാം മേടിച്ചായിരിക്കും. എന്തിനാണെങ്കിലും 14 ലക്ഷം എന്ന് പറയുമ്പോൾ 20 രൂപയ്ക്ക് അതിന്റെ ഒരു വാല്യൂ ഉണ്ട്. അതെ. പിന്നെ ഇതിനകത്ത് വേറെ ഒന്ന് ആലോചിച്ച് നോക്കി, പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇത്തരം വലിയ ക്രൈം ചെയ്തവർ രക്ഷപ്പെടുമ്പോ 20 രൂപ മേടിച്ചവരും പെടുന്നുണ്ട്. അങ്ങനെ ഏത് രീതിയാണെങ്കിലും വായിക്കാം. 20 രൂപ പോലും മേടിക്കാൻ പാടില്ലെന്ന് വായിക്കാം. ഉള്ളവർക്ക് എവിടം വരെയും എന്ത് പറ്റുമെന്നൊക്കെ നല്ല സാധനമാണ്. ജോസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാർത്തയാണ്. അപ്പൊ ജോസും തന്നെ അത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പുതിയ വെറൈറ്റികൾ ട്രൈ ചെയ്യുന്ന മറ്റേ ഇതിനകത്ത് ചെയ്യുന്നത് മറ്റേ കുളത്തിലുള്ള, പിന്നെ മറ്റേ ഇളനീരില് അല്ല നോക്കാറില്ല, അവൻ പരീക്ഷിക്കാറുള്ളൂ. കഫ വഴി അനധികൃതമായി വിസ്കി ചേർത്ത ഐസ്ക്രീം വിറ്റഴിച്ച സംഘം അറസ്റ്റ്. ജൂബിലി ഹിൽസിലെ കഫയിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് വിഭാഗം വിസ്കി ചേർത്ത ഐസ്ക്രീമും പിടിച്ചെടുത്തു. ഹൈദരാബാദിലാണ് സംഭവം. അതായത് 1 കിലോഗ്രാം ഐസ്ക്രീമിൽ 10 മില്ലി വിസ്കി കലർത്തിയാണ് ഇവർ വിറ്റിരുന്നത്. ഇത്തരം ഐസ്ക്രീമുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരണം നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥികളും യുവാക്കളും കഫേ സ്ഥിരം ഉപഭോക്താക്കളായിരുന്നു. നാട്ടുകാർ വിവരം നൽകിയതോടെയാണ് പോലീസ് ഇവരെ പിടിച്ചത്. ഒരു വെറൈറ്റി ട്രൈ ചെയ്തതാണ്. മോശമാണ് കേട്ടോ, മോശമാണ്. അതായത് വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസ് ഒക്കെ കൊടുക്കുമ്പോഴേ യുവാക്കൾക്ക് ഒരു ആകർഷണം കിട്ടാൻ വേണ്ടി കൊടുത്തതായിരിക്കും. വൈകിട്ട് ചെല്ലുമ്പോൾ അവനിന്ന് അത് മേടിക്കും. ബിയറൊക്കെ ഒഴിച്ച് പറയുവാണ്. മുതലാളി ഇത് കേൾക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബുൾഡോസർ രാജ്. എന്താ ബുൾഡോസർ രാജ്? ബിൽഡിംഗ് എനിക്കറിയുന്നുണ്ട്. ഒരാളുടെ ബിൽഡിംഗ്, ഒരാൾ തെറ്റ് ചെയ്ത അയാളുടെ ബിൽഡിങ്ങും വീടും എല്ലാം കൂടെ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് ഒരു വല്ലാത്ത ജാതി പ്രതികരണം. അപ്പൊ ഉത്തർപ്രദേശിലാണ്, UP-യിൽ നമ്മുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഇത്തരത്തിലുള്ള ഒരാളൊരു ക്രൈം ചെയ്തു എന്ന് കമ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഗുണ്ടയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കേൾക്കേണ്ട താമസം നേരെ ചെല്ലുന്ന അയാളുടെ വീടിടിച്ച് കോടതിയാണ് പറഞ്ഞത് പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയാണ് ബുൾഡോസർ രാജ് ഒന്നും ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അവിടുത്തെ മന്ത്രി തന്നെ പറഞ്ഞേക്കണം, ഞങ്ങള് അങ്ങനെയൊന്നും ഞങ്ങള് നിർത്തൂല എന്നാണ് അവര് പറയുന്നത്. സുപ്രീം കോടതിക്ക് ഒരു വിലയില്ലാതായോ? മന്ത്രിയാണ്, മന്ത്രിക്ക് എന്തും പറയാം എന്നുള്ളൊരു റൈറ്റ്സ് ആരെയാണ് കൊടുത്തത്? സ്പോർട്സിലേക്ക് പോകാം. അതെ, സ്പോർട്സിലേക്ക്. എന്താണ് സ്പോർട്സ് വാർത്തകൾ? ഇനി നമ്മൾ അനൂപിന് നമ്മള് നമ്മള് കൈമാറുകയാണ്. യുദ്ധം തുടങ്ങട്ടെ. സ്പോർട്സിൽ ആദ്യം പറയേണ്ടത് പുലിക്കളി സെറ്റായിട്ടുണ്ട്. അതാണോ ഇന്നലെ നടന്ന ഏറ്റവും നല്ല സ്പോർട്സ്, കായിക കല വിനോദം പുലിക്കളി, അത്തച്ചമയം, തെയ്യം, അതൊക്കെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടന്നിട്ടുണ്ട്. അത്തച്ചമയം സ്പെഷ്യൽ ആയിരുന്നു. അത് നല്ലൊരു ന്യൂസ് ആണ്. ആക്ച്വലി ഒത്തിരി ആളുകൾ ചെയ്തു. ഈ സ്പോർട്സിലോട്ട് നീങ്ങുന്നു. ഏതായാലും കേരളം ഉടൻ സന്ദർശിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഏതായാലും ഒരുപാട് ആരാധകർക്കൊരു ഹാപ്പി വാർത്ത. അർജന്റീനൻ ടീമാണ്. അർജന്റീന കേരളത്തിൽ വന്ന് കളിക്കാം പക്ഷെ അത് മുടക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അല്ലായിരുന്നു. പക്ഷെ അത് കേരളം മറ്റേ അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ ഇന്ത്യ വന്ന് കളിക്കാൻ നമ്മൾ കളിക്കാൻ തീർച്ചയായിട്ടും. ഏതായാലും കൂടിക്കാഴ്ച നടത്തി. അത് അവര് വരുമെന്ന് തന്നെയാ പറഞ്ഞത്. അല്ലെങ്കിൽ മെസ്സി സംഘം ഉടനെ കേരളം സന്ദർശിക്കും, കളിക്കും. അടിപൊളി. പിന്നെ മറ്റൊരു നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് നമ്മുടെ അഭിമാനം പാരാലിമ്പിക്സ് വീണ്ടും ഒരു തിളക്കമുണ്ട്. പ്രവീണിനും പൊന്നും. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അതെ അതെ. എന്താണെങ്കിലും പ്രവീൺ എന്ന് പറയുന്ന പ്രവീൺ കുമാർ പുരുഷ വിഭാഗം ഹൈ ജമ്പില് സ്വർണം നേടി പ്രവീൺ പൊന്നായിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കരിയറിൽ 900 ഗോള്. റൊണാൾഡോ 900 എന്നും പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്. വീട്ടിലേക്കുള്ള വഴി മറന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളിലേക്ക് വഴി മറക്കില്ല. കാരണം 900 തവണ ക്രിസ്ത്യാനോയുടെ ബൂട്ടുകൾ ആ വഴിയെ നടന്നു കഴിഞ്ഞു. 39 വയസ്സിലും തീരാത്ത ഗോൾ ദാഹവുമായി ലോക
പോർച്ചുഗീസ് ഫുട്ബോളിന്റെ കപ്പിത്താൻ. കരിയറിൽ 900 ഗോൾ തികച്ച് സ്വന്തം മണ്ണായ അതായത് പോർച്ചുഗലിന് വേണ്ടി, അതായത് 900 ഗോൾ പോർച്ചുഗലിന് വേണ്ടിയാണ് അടിച്ചത്. ഇന്നാണ് സൂപ്പർ ലീഗ് കേരള ഇന്ന് തുടങ്ങും. ഇന്നാണ് മറ്റേ ഫോഴ്സ കൊച്ചി മലപ്പുറം പൃഥ്വിരാജ് ടീമും മലപ്പുറംകാരും. പൃഥ്വിരാജ് ജയിക്കും. പരിക്ക് മൂലം ലിയണൽ മെസ്സി വിട്ടുനിന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ചിലിക്കെതിരെ അർജന്റീനയ്ക്ക് ജയം. 49-ാം മിനിറ്റിൽ മാക്കലിസ്റ്ററും ജൂലിയൻ ആൽവറാസും പൗലോ ഡിബാലയാണ് ഗോൾ നേടിയത്. ഈ ഗോൾ നേടിയ ഡിബാലയില്ലേ, മെസ്സിയുടെ 10-ാം നമ്പർ ജേഴ്സിയാണ് അടിഞ്ഞത്. ഇനി മെസ്സി പോലും 10-ാം നമ്പറിന് ഡിബാലൊക്കെ ആയിരിക്കും സ്വന്തം. കേരള ക്രിക്കറ്റ് ലീഗിൽ 5-ാം ദിവസത്തെ ആദ്യ മത്സരത്തിൽ ആലപ്പിക്കെതിരെ കൊല്ലത്തിന് ജയിച്ചിട്ടുണ്ട്. 8 വിക്കറ്റ് ജയം. കിടിലം കൊല്ലം. നാട്ടുകാരാ, പക്ഷെ കണ്ടിട്ടില്ല ഞങ്ങളെ. എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളെ നാട്ടുകാരനാ. സ്പോർട്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഏതായാലും ഇന്ന് സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കിക്ക് ഓഫ്. പിന്നെ ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല, നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് ഫൈനലില് വീണ്ടും ഡയമണ്ട് ലീഗ് ഫൈനലില് നീരജ് ചോപ്ര എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കാണുന്നതാണ് പല വ്ളോഗർമാരും ഒരു ബോധം ഇല്ലാത്ത പോലെ പെരുമാറുന്ന സാധനം നമ്മൾ കാണുന്ന അല്ലെ. അതായത് ചില വ്ളോഗർമാർ വണ്ടിക്കകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നടക്കുന്നു. സ്വിമ്മിംഗ് പൂൾ ഹൈലൈറ്റ്. അതെ, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നു. പിന്നെ ചില ആളുകളാണെങ്കിൽ റോട്ടിൽ കൊണ്ട് പെണ്ണുങ്ങളെ വിളിച്ചു നിർത്തിയിട്ട് ക്യൂട്ടാണെന്ന് പറയുന്നു. എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു. മച്ചാൻ ഇപ്പൊ എവിടെയാണ്? നിങ്ങളുടെ എന്ത് ചെയ്യുന്നു? ഒരു നാൾ എന്നെ തേടി വരുന്നുണ്ട് പോലീസ്. അതെ, യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു നാൾ തേടി ഒരു ദിവസം തേടി വന്നു. ആ തേടി ആളിപ്പോ മനസ്സിലായി എവിടെയാന്ന് അറിയത്തില്ല. അതെ, അതേപോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം, വ്യക്തിപരമായിട്ട് നീ കുറച്ച് പേര്. അതെ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരോധിത മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വിമാനത്താവളത്തിലാണ് വീഡിയോ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പ്രമുഖ വ്ളോഗർക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു വയ്യാവാടൊക്കെ കൊടുക്കാൻ സമയമുണ്ട്. നിന്റെ ഭാഗ്യം പട്ടാളത്തിന് ക്യാമ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വെടിവെച്ചൊന്ന് തീർക്കും. അതെ, അർജുൻ സാബ് കേസ് രജിസ്റ്റർ ചെയ്ത് ദൃശ്യം പകർത്താൻ ഉപയോഗിച്ച ഡ്രോൺ പോലീസ് പിടിച്ചെടുത്തു. കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി അർജുനെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. വാണിംഗ് മാത്രം, വേറെടുത്തും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പട്ടാള ക്യാമ്പ് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ തീവ്രവാദി ലിസ്റ്റ് വരെ പേര് വരുന്ന രീതിയിലുള്ള ക്രിമിനൽ കേസ് വരെ വരും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. നല്ല വിഷ്വൽസ് എടുക്കൂ. ഞാൻ നല്ല വിഷ്വൽ, അതായത് മല, കാട്, തോട്, ചില ഇന്റർവ്യൂകള്. മച്ചാന്റെ ഒരു ഇന്റർവ്യൂ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടല്ലോ യൂട്യൂബിൽ തന്നെ ഇറങ്ങി കാണാം. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഇന്നലെ നടന്നൊരു സംഭവമായിരുന്നു. അധ്യാപക ദിനത്തിൽ അധ്യാപക ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അധ്യാപകർക്ക് മുട്ടായി കൊടുക്കും, പൂവ് കൊടുക്കും. അധ്യാപക ദിനത്തിൽ പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനെ മർദ്ദിച്ചെന്ന പരാതിയിൽ 2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. വയ്യ പിള്ളേർക്ക് അല്ലാതിപ്പ എന്നെ പറയണേ. എന്നാണ് നടന്നത്? 5-ാം തീയതി തന്നെ. സമ്മാനം തന്നെ കൊടുത്തു പഠിപ്പിച്ച ആൾക്ക് തന്നെ. കത്തൊക്കെ കൊടുത്തു. അന്ന് നമ്മൾ സംസാരിച്ചായിരുന്നത്. പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കോട്ടയങ്ങളിലെ മണർകാട് പള്ളി തിരുനാളിന് കൊടിയേറി വർണ്ണശബളമായ വിസ്മയം തീർത്തുകൊണ്ട് ഇന്നലെ റാസയുടെ തുടക്കമായി. ഇന്നാണ് അവിടെ പ്രസിദ്ധമായ ഒരു നട തുറക്കൽ ചടങ്ങ് ഇന്നാണ് നടക്കുന്നറിയോടെ നട തുറക്കും. മാതാവിന്റെ ഉണ്ണീശയുടെ ഒരു ഛായാചിത്രമാണ് അത്. ഇന്നാണ് അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. നാളെയാണ് മാതാവിന്റെ 8 നോയമ്പ് അവസാനിക്കുന്ന ദിവസം. അപ്പൊ പാച്ചോറ് നേർച്ചയൊക്കെ. അതൊരു വലിയ ന്യൂസാണ്. കോട്ടയം പ്രത്യേകിച്ച് വലിയ കോട്ടയത്ത് തന്നെ വലിയൊരു പെരുന്നാളാണ്. എല്ലാ നാനാജാതി മതസ്ഥരും ജില്ലകളിൽ നമുക്ക് എനിക്ക് കേരളത്തിന്റെ പുറത്തുനിന്ന് അധികം ഒരുപാട് ആളുകൾ ആ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരു പ്രത്യേക അല്ല ഒരു വാർത്ത പുറത്തു വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ RSSും BJPയും തമ്മിൽ ചെറിയ ചർച്ച ഉണ്ട് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. കുറച്ചധികം വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മോദിക്കെതിരെ ഒളിയമ്പുമായി വന്നിരിക്കുകയാണ് നമ്മുടെ മോഹൻ ഭഗവത് എന്ന് പറയുന്ന RSSന്റെ പ്രചാരകനായിട്ടുള്ള ഡോക്ടർ.
മോഹൻ ഭഗവത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മോദിക്ക് എതിരെയുള്ള നേരിട്ടല്ലെങ്കിൽ പോലും പുള്ളി പറഞ്ഞു ചിലർക്ക് ദൈവമാണെന്നൊരു വിചാരം ഉണ്ട്. തീർച്ചയായും. കാരണം അങ്ങനെയുള്ളവർ സ്വയമാണെന്ന് കരുതരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം ചിലര് പറഞ്ഞായിരുന്നു ഞാൻ ദൈവത്തിന്റെ എന്തോ ആണെന്നോ പുരുഷനാണെന്നോ മറ്റു പറഞ്ഞു. അപ്പൊ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഒളിമ്പാണെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. എന്തായാലും മനസ്സിലായല്ലോ. അങ്ങനെയാണ്. അത് മാത്രല്ല കോവിഡ് കാലം എല്ലാവരും പകച്ചുന്നൊരു കാലമാണ് അല്ലെ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. കോവിഡിന് ശേഷം കോവിഡിന് മുമ്പ് കാറ്റഗറി തന്നെ നമുക്ക് ഒരുപാട് പേരെ ജോലി പോയി. അതാണ് ഡിപ്രഷൻ, ഒരു മെന്റൽ സിറ്റുവേഷൻ തന്നെ ഭയങ്കരമായിട്ട് തകർത്ത ഫോൺ പോലെയായിരുന്നു സമയത്ത്. സർവൈവ് ചെയ്തു. അയ്യോ ഞാൻ ചുമ്മായിരുന്നു. രാവിലെ എനിക്ക് ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ബുക്ക് വായിച്ചോണ്ടിരിക്കുക. ഞാൻ പ്ലസ് വൺ പഠിക്കും. ആക്ച്വലിയാണ് ഫോൺ ചെയ്ത് തന്നെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇപ്പോഴേ ഫോണാ. 9ാം ക്ലാസ് ഇപ്പൊ 5ാം ക്ലാസ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫോൺ കിട്ടിയതിന്റെ കോവിഡാണ്. ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഒത്തിരി പിള്ളേർക്ക് ഫോൺ കിട്ടി. അപ്പൊ പിന്നെ അതാ പറഞ്ഞ കോവിഡിന് ശേഷവും പക്ഷെ കോവിഡിന് സംസാരിക്കാൻ പറ്റും, ഒരുപാട് അറിയാൻ പറ്റും. ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനൽ കട്ട് ചെയ്തു. യൂട്യൂബ് ചാനൽ ചുമ്മാ ടിക്ടോക്ക് തുടങ്ങും രക്ഷപ്പെട്ടനെ. സത്യം. കർണാടകയിൽ തിരിമറിയാണ് നടന്നത്. കോവിഡ് ഒരുപാട് ഫയലുകൾ കാണാതെ പോയി. അതുപോലെ 100 കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. വികസന അതോറിറ്റി എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട് ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആരോപണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. പേരില് 14 വാർത്തയാണെന്ന് തോന്നുന്നു. അപ്പോ കാരണം 20 രൂപ പിടിച്ച ആളെ 34 വർഷം കഴിഞ്ഞ പിടിച്ചെങ്കിൽ നിങ്ങൾ 100 കോടി തട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. മറ്റേ സീനാണ്. ചിലരുടെ ചിലര് പിടിക്കപ്പെടും, ചിലര് പിടിക്കപ്പെടത്തില്ല. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടും. അതെ. അപ്പം നമ്മുടെ സമയം ഏകദേശം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാളത്തിന്റെ മഹാ നടന് എന്റെ ജന്മദിന ആശംസകൾ. അതെ അതെ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയി നോക്കണു. അപ്പം എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. അതേപോലെ സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ടുള്ള വാർത്തകളുണ്ട്. അതേപോലെ തന്നെ കിറ്റിനെ പറ്റിയിട്ടുള്ളത്, മണിപ്പൂർ കലാപം, മാധുരി ഭൂഷനെ പറ്റിയിട്ടുള്ള വാർത്തകൾ, വയനാടിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ, പെൻഷനെ പറ്റിയിട്ടുള്ള വാർത്തകൾ തുടങ്ങിയ കാര്യങ്ങൾ, ഒളിമ്പിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, മാർപ്പാപ്പയെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ട ആളുകളെ പിടിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ എന്തിനാണ് എനിക്കറിയാൻ പാടില്ല. അപ്പൊ വധശിക്ഷയ്ക്ക് പ്ലാൻ ചെയ്ത ആളുകൾ. അപ്പൊ അത് അത്തരം കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം പ്രധാനപ്പെട്ട വാർത്തകളിൽ ഏകദേശമൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ഇന്നത്തെ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തള്ളിക്കളയുക. എന്തെങ്കിലും മടത്തരങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതെ. അപ്പം വീണ്ടും മുതലാളിക്കും അതേപോലെ തന്നെ മമ്മൂക്കും യൂടോക്കിനും ഹാപ്പി ബർത്ത്ഡേ. Bye guys. Bye.